ഹായ് ഓൾ, കളവില പോഡ്കാസ്റ്റിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലേ. അപ്പം നമ്മൾ കാനഡയിലേക്ക് മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള മൈഗ്രേഷൻസ് ഉണ്ടല്ലോ. ഒന്ന് സ്റ്റുഡൻ്റ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നവരുണ്ട്, പിന്നെ PR കിട്ടി പെർമനന്റ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മളെല്ലാവരും സ്റ്റുഡൻ്റ് ആയിട്ട് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരാം. അതിലിപ്പം അലക്സ് PR-ലാണ്, അലക്സ് വർക്ക് ചെയ്ത് PR-ലായി. ഞാൻ വർക്ക് പെർമിറ്റിലാണ്, അഞ്ജലി വർക്ക് പെർമിറ്റിലാണ്, ഡോണ് സ്റ്റുഡൻ്റ് ആണ്. അപ്പൊ അതായത് നമ്മൾ എല്ലാ സെക്ടറിലും ഉള്ള ആൾക്കാരുണ്ട് ഇവിടെ. സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, വർക്ക് പെർമിറ്റിലുള്ള ആൾക്കാരുണ്ട്, PR ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വ്യൂസ് ആയിരിക്കും പറയാനുള്ളത്, ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ അതായിരിക്കും നമ്മൾ ഇങ്ങനെ നമുക്ക് ഓരോരുത്തരുടെ വ്യൂസ്, അതെ, അങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ പറയേണ്ടത്. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ കണ്ടന്റിലേക്ക് കയറുന്നതിന് മുന്നേ ആദ്യം നമുക്കൊന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് ടോണി സാബു. എന്റെ പേര് അഞ്ജലി. എന്റെ പേര് അലക്സ്. എന്റെ പേര് ഡോൺ ക്രിസ്റ്റോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഡോണിൽ നിന്ന് തുടങ്ങിയാലോ. ഡോണാണല്ലോ സ്റ്റുഡന്റ് ആയിട്ടല്ലേ അല്ലേ? എന്താ പറയാ, അതെ 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 ഏറ്റവും പുതുവൻ. എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാന് നാട്ടിൽ അത്യാവശ്യം നല്ലൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിൽ ഖേദിക്കുന്നു, നന്നായിട്ട് ഖേദിക്കുന്നു. കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മാറിയിരുന്ന് കരയാം, ഇടക്കിടക്ക് കരയുന്ന വീഡിയോ വരുന്നില്ലല്ലോ. പിന്നെന്താണ്, ഇവിടെ വന്നിട്ട് എല്ലാ തരത്തിലുള്ള പണികളും ചെയ്യുന്നുണ്ട്. കുറെ ഇഞ്ചുറീസ്, പ്രോബ്ലംസ്. കാനഡ വന്നപ്പോ തൊട്ട് പ്രശ്നങ്ങളാണ്. ഇതുവരെ ഒന്ന് അറിയാലോ എല്ലാവർക്കും, ഇപ്പൊ ചാടയന്മാർക്കൊക്കെ അറിയാലോ, എല്ലാവർക്കും അറിയാലോ. സ്റ്റുഡന്റ് ലൈഫ് കുറച്ച് മെസ്റ്റപ്പാണ്, പക്ഷെ അത് കയറി വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ പിടിച്ചു പോകുന്നു, അത്ര തന്നെ. അതെ, അപ്പോ ഡോണിന്റെ അടുത്ത് എനിക്ക് ചോദിക്കണം, നമ്മൾ ഇവിടുത്തെ എക്സ്പീരിയൻസിനൊക്കെ കൂടുതലായിട്ട് ഇപ്പം സ്റ്റുഡന്റ് ആയിട്ട് ആണല്ലോ നമ്മളെല്ലാവരും സ്റ്റുഡന്റ് ആയിട്ടാണ് വന്നത്. പക്ഷെ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഇപ്പൊ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ജോലി കളഞ്ഞിട്ട് ആണ് വന്നത്. അപ്പം അങ്ങനെ വരാനായിട്ട് ആ ഒരു ഡിസിഷനിലേക്ക് പോകാനായിട്ട് കുറെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുകയാണ് കാനഡയെ കുറിച്ച്. ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് നമ്മുടെ എല്ലാവരെയും വിട്ടെറിഞ്ഞ് നമ്മൾ വേറെ ഒരു രാജ്യത്തേക്ക് പോകുമ്പം ഇവിടെ നമുക്കൊരു ബെറ്റർ ലൈഫ് കിട്ടും എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ വരുന്നത്. അപ്പൊ നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനെക്കുറിച്ച് അല്ലെ? അപ്പൊ അതൊന്ന് ഷെയർ ചെയ്താ. ഞാന് ബേസിക്കലി ഇത്രയും ഹാർഡ് വർക്ക് ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാ വന്നത്. പക്ഷെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രക്കില്ലായിരുന്നു. പക്ഷെ വൈറ്റ് കോളർ ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് അല്ലെ? അപ്പോ നമ്മൾ ഇത്രയ്ക്കൊന്നും എക്സ്പെക്ട് ചെയ്യാത്തത് കൊണ്ടും ഞാൻ നാട്ടിൽ വെച്ച് കുറെ യൂട്യൂബ് വീഡിയോസും എല്ലാം കണ്ടിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ റെസ്യൂംസും കൊണ്ട് തെണ്ടി തിരിഞ്ഞ് നടക്കുന്നതും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ വന്നിട്ട് ഇവിടെ എക്സ്പെരിമെന്റും ചെയ്തിട്ടുണ്ട്. മിക്കതും എന്താ പറയാ, വർക്കൗട്ട് ആവാണ്ട് പോകുന്ന. പിന്നെ ഞാൻ വന്ന ലൊക്കേഷന്റെ ഒരു പ്രോബ്ലവും, കിച്ചണറിലാണ് ഞാനിപ്പോ ഉള്ളത്. സോ കൊണസ്റ്റോക്കിലാണ് പഠിക്കുന്നത്. അപ്പോ അവിടെ തന്നെ എത്ര ക്യാമ്പസാ, 4-5 ക്യാമ്പസ് ഉണ്ട്. അപ്പോ അതിന്റെ ഒരു പ്രോബ്ലംസും ജോബ് കിട്ടാത്തതിനും ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 60 കിലോമീറ്റേഴ്സ് ദൂരെയാണ്. അപ്പൊ അത്രയും ദൂരം ട്രാവൽ ചെയ്ത് തിരിച്ചു വന്ന് പിന്നെ പണിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ഇത് തന്നെ പരിപാടി. പിന്നെ എനിക്ക് തോന്നുന്നു ഇവര് വന്ന ടൈമും ശരിയല്ല. 2023 ജാനിലാണ് വന്നത്. 23 എന്ന് പറയുമ്പോഴത്തേനും ജോബ് മാർക്കറ്റ് ഒക്കെ നല്ല ക്രാഷ് ആയിട്ടിരിക്കുന്ന സമയം. അത്യാവശ്യം ഫുൾ സ്റ്റുഡൻസ് ഒക്കെ വന്ന് ഫുൾ ടൈമും കൂടെ കിട്ടിയ പിള്ളേർക്ക് 40 മണിക്കൂർ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വന്നത് ആ ഒരു സമയത്താണ്. പക്ഷെ മറ്റേ ഡോണിപ്പോ പറഞ്ഞ നാട്ടിൽ നിന്ന് യൂട്യൂബിലുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, റെസ്യൂമേയും കാര്യങ്ങളൊക്കെ. ഞങ്ങളൊക്കെ ഞാൻ 2018 വന്നത്. അപ്പൊ ഞാനൊക്കെ വന്നപ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു യൂട്യൂബില് എന്താ പറയാ, ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നതിന്റെയോ ഇവിടെ അടിച്ചു പൊളിക്കുന്നതിന്റെ വീഡിയോകൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ വരുന്നതിന് മുന്നേ ഒക്കെ. അത് ലൈക്ക് എല്ലാരും കാണിക്കുന്നത് അവരുടെ മൺഡേ ടു ഫ്രൈഡേസ്. മൺഡേ ടു ഫ്രൈഡേ ആരും കാണിക്കുന്നില്ല. അതാണ് പ്രശ്നം. അതും സാറ്റർഡേ സൺഡേ വല്ലപ്പോഴും ഉള്ള അത് കാണിക്കാനാണ് നമ്മൾ. ഓരോരുത്തർ പോസ്റ്റ് ഇടുന്നതാണെങ്കിലും വീക്കെൻഡ്സ് മാത്രമേ പോസ്റ്റ് ഇടാറുള്ളൂ. അല്ല, അതൊരു എൻറ്റയർലി ഡിഫറെന്റ് ടോപ്പിക് ആയിട്ടാണ് സംസാരിക്കാണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം, നെഗറ്റീവ് പോസിറ്റിവിറ്റി, അതാണ് സംഭവിക്കുന്നത്. കാരണം നമ്മൾ ചിരിക്കുന്ന മുഖങ്ങളും എല്ലാവരുടെയും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റുകൾ മാത്രമാണ് കാണുന്നത്. അപ്പം അത്
ഒരു പരിധി വരെ ഇങ്ങോട്ട് വരുന്നതിൽ ഇപ്പൊ നമ്മള് കാനഡയിലേക്ക് Influence മൈഗ്രേറ്റ് ഇങ്ങനെ ഇൻഫ്ലുവൻസ് പക്ഷെ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ ആൾക്കാർ അതും പുറത്ത് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കുറെ റീൽസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പൊ നന്നായിട്ട് കാണിക്കാൻ തുടങ്ങി. കാണിക്കാൻ തുടങ്ങി. കരയുന്നതും ഇതൊക്കെ ഞാൻ എല്ലാം ഉണ്ട്. കണ്ടിട്ടുണ്ട്. കാരണം അല്ല ഇപ്പം ഡോൺ ആദ്യം പറഞ്ഞപ്പോ പോലെ തന്നെ യൂട്യൂബിൽ തപ്പിയപ്പോഴത്തേക്കും റെസ്യൂമെയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ആൾക്കാരെ നിൽക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടില്ല. പക്ഷെ ഞാനൊക്കെ വന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഇതില്ല. കാരണം അന്ന് ആ ഒരു ഇതിലേക്ക് ആൾക്കാർ പോസ്റ്റ് ചെയ്യുകയോ റീൽസ് ഇറക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇവിടെ വന്നു അടിപൊളിയായിട്ട് നടക്കുന്നു, മറ്റേ ഇത് അത് മാത്രം നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് നമുക്കിത് അറിയുന്നത്. ഇവിടെ ഇഷ്ടംപോലെ പണിയുണ്ട്, ഇതാണ് പരിപാടിയാണ്. ഞങ്ങൾക്കൊക്കെ വന്നപ്പോഴത്തേക്കും ഇപ്പം പറഞ്ഞ പോലെ ജോലിയുടെ കാര്യത്തിന് സ്ട്രഗിൾ ഇല്ലായിരുന്നു. കാരണം ഞാൻ വന്നതിന്റെ പിറ്റേ ദിവസം മുതൽ ഞങ്ങൾ പണിക്ക് പോയതാ. ഒരു ഫാക്ടറി ജോബായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ 3 ദിവസം വിളിച്ച് അങ്ങനെ പണി ഇഷ്ടം പോലെ ഉണ്ട്. ബുച്ചർ മുതൽ എല്ലാ പരിപാടിയും ഇവിടെ എടുത്തിട്ടുള്ളതാണ്. അപ്പം അന്ന് ജോലിക്കും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ ഒരു റിയാലിറ്റി എന്ന് പറയുന്നൊരു സാധനം നമുക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കും മനസ്സിലാവുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അതിനകത്ത് എനിക്കൊരു കാര്യം കൂടി പറയാൻ വേണ്ടി, ഞാൻ നാട്ടിൽ നിന്ന് വെച്ചാൽ കണ്ട സമയത്ത് ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ റെസ്യൂം കൊണ്ടൊക്കെ പോകുന്നതും പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ ഈ ജോബ് ഫെയർ ഒക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ്, ജോബ് ഫെയർ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇത്രയ്ക്ക് വലിയ ക്യൂ ഒക്കെ കാണുന്നത് ആദ്യമായിട്ട്. ഞാൻ ക്യൂ നിന്നിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ 4 മണിക്കൂർ ക്യൂ നിന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. പിന്നെ ഞാന് ലോബ്ലോസിൽ നിന്ന സമയത്ത് ഞാൻ അവിടെ ക്യൂ നിന്നിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. ലോബ്ലോസിന്റെ അതിനകത്ത് 100-300 പേരുണ്ടായിരുന്നു ക്യൂവില്. ആ 100-300 പേരിൽ 20 പേരിൽ ഒരാളെ ഞാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് പണി കിട്ടി നടുപടിഞ്ഞ്. അത് പറയാം, അവര് വലിയ അത് വേറെ. ഇങ്ങനെ ഒരു കഥയുണ്ട്. അതെ അതെ അതെ. അപ്പോ ഞാൻ വന്ന ടൈം എന്ന് പറയുമ്പോഴത്തേക്കിനും എല്ലാത്തിന്റെ ഇടയ്ക്ക്, അതായത് ഈസി ആയിട്ട് ജോബ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. എന്നാ അത്ര പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര പാടും ഇല്ലായിരുന്നു. 2021 ഞാൻ വരുന്നത്. അപ്പം ഈ പറഞ്ഞതുപോലെ വാൾമാർട്ടിന്റെ ഒരു ഹയറിംഗ് എനിക്ക് ഓർമ്മ വന്നത് പെട്ടെന്ന്. അതായത് ആദ്യത്തെ ഹയറിങ്ങിന് ഞാൻ പോകുന്നത്, അതൊരു മാസ് ഹയറിംഗ് ആയിരുന്നു. അവിടെ പോയി അവിടെ ക്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് തലറങ്ങി. ഞാൻ അത് കാരണം അധികം കുറെ നേരം ക്യൂവിൽ നിന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി. എന്നിട്ട് ഞാൻ വേറെ പണി തപ്പിപ്പോയി. ഈ കാനഡയിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്യുമ്പം നമ്മള് ഇപ്പം സ്റ്റുഡന്റ് ആയിട്ട് വരുന്ന ഒരു സമയത്ത് മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം ജോഗ്രഫിയാണ്. അത് നമ്മൾ വന്നിറങ്ങുന്ന സ്ഥലം. ഇപ്പം നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രൊവിൻസ് ഒണ്ടാരിയോയും അല്ലെങ്കിൽ അറിയാവുന്ന ഒരു സ്ഥലം ടൊറന്റോയും. അപ്പം ഇതാണ് ഒരു ഹബ്ബ്. ടൊറന്റോ ആണ് ഒരു ഹബ്ബ്. അതായത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വന്നിറങ്ങുന്ന ഒരു സ്ഥലം മെയിൻ ആയിട്ടും. ഞാൻ പറയുന്നത് എല്ലാവരും അല്ല, എന്നാലും ഒരു 80-85% ആൾക്കാരും അറിയാവുന്നതും ഉള്ള സ്ഥലം ഇത് തന്നെയാണ്. അപ്പോ ഞാൻ 2022 ജനുവരിയിൽ കാനഡ ലാൻഡ് ചെയ്തതാ. അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കാനഡയിലേക്ക് ഇമിഗ്രേഷൻ നടന്ന വർഷങ്ങളിൽ ഒന്നാണ് 2022. ആ പോസ്റ്റ് കഴിഞ്ഞിട്ട്, ആ പോസ്റ്റ് കോവിഡ് പീരീഡ്. അപ്പൊ ആ സമയത്ത് ഏറ്റവും കൂടുതൽ പിള്ളേര് സ്റ്റുഡൻസ് ആയിട്ട് വരുന്നത് ഈ കൊണസ്റ്റോഗ പോലെയുള്ള കോളേജുകളിലേക്കാണ്. കാരണം ഒത്തിരി ക്യാമ്പസ് കോഴ്സസ് ഓപ്പൺ ചെയ്തു ഓൺലൈൻ ആയത് കാരണം അവർക്ക് അക്കോമഡേറ്റ് ചെയ്യണ്ടല്ലോ. അതെ. അപ്പം ഞാനും അങ്ങനെ തന്നെ വന്ന ആളാ. അപ്പൊ അങ്ങനെ വന്നപ്പോ നമ്മൾ ജോഗ്രഫിനെ കുറിച്ച് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ എന്താണെങ്കിലും ഒരു ജോലി കിട്ടും എന്നുള്ളൊരു കൺസിഡറേഷൻ അങ്ങനെയാണല്ലോ നമ്മൾ വരുന്നത്. അപ്പോൾ ഈ വന്നപ്പം ഈ കോളേജിനും കുഴപ്പമൊന്നുമില്ല, നല്ല കോളേജാണ്, കോഴ്സസും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ എടുത്ത കോഴ്സ് അറ്റ്ലീസ്റ്റ് അത് നല്ല കുഴപ്പമില്ലാത്ത കോഴ്സായിരുന്നു. പക്ഷെ സ്ഥലം, കിച്ചനർ എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ടൗൺ ആണ്. അവിടെ ഇതുപോലെ ഇത്രയും പിള്ളേർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ജോലികളില്ല അവിടെ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ജോഗ്രഫി കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും അത് വലിയൊരു വാലിഡ് പോയിന്റ് ആണ്. ആൾക്കാർ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടിട്ടുള്ളത് ഇത് മാത്രമോ. അപ്പൊ എല്ലാവരും കോളേജസ് ആണെങ്കിലും ഇവിടെയുള്ള കുറച്ച് സറൗണ്ടിങ് കോളേജസ് മാത്രമാണ് നോക്കുന്നതും. അപ്പം കിട്ടും എന്നുള്ള ഇതും പിന്നെ എന്താ പറയാ, ഇപ്പം ഇവിടെ വരുന്ന മിക്കവാറും പേർക്ക് പറയാം കുറെ പേര് ക്യാഷ് ജോബും അല്ലാത്ത ജോബും എല്ലാം കൂടെ ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാരും ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. പക്ഷെ എന്റെ സ്റ്റോറി ഡിഫറെന്റ് ആട്ടോ. ഞാൻ സെർണിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിറങ്ങിയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന കേട്ടിട്ടുള്ള എന്റെ സീനിയേഴ്സ് ഒക്കെ പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്തായിരുന്നു. അപ്പൊ അവര് പറഞ്ഞിട്ടുള്ളത് പട്ടിക്കാടാണെന്നാ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടു. കാരണം കോവിഡിന്റെ ഒക്കെ ഒരു ഇത് കാരണം ബിസിനസ് ഒക്കെ ഭയങ്കര ക്രാഷ് ആയിരുന്നു. അത് കാരണം ജോലി ഇല്ലായിരുന്നു. അപ്പൊ പക്ഷെ ഒരു പോസ് ഉണ്ടായിരുന്നത് കാരണം അവർക്ക് ആൾക്കാരെ വേണമായിരുന്നു ഞാൻ വന്നിറങ്ങിയ ടൈമില്. അത് കാരണം ജോലിക്ക് വേണ്ടിയിട്ട്. കാരണം ഫസ്റ്റ് ബാച്ച്, അതായത് കോവിഡ് കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് ബാച്ച് വരുന്നത് ഞാനാ, അതായത് 2021 സെപ്റ്റംബറിൽ. അപ്പൊ വന്നിറങ്ങി 1 മാസത്തിനുള്ളിൽ എനിക്കൊരു റെസ്റ്റോറൻറ്റിൽ ജോലി കിട്ടിയായിരുന്നു. കാരണം അവർക്ക് ആവശ്യമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് ബുദ്ധിമുട്ടാണ്.
Yeah. ഞാനും വരുന്നതിന് മുമ്പ് ഞാൻ ലാംപ്ടണിലായിരുന്നു, സാറിനെ ക്യാമ്പസ് ആയിരുന്നു എനിക്ക് ഈ ഏറെക്കുറെ കിട്ടിയതായിരുന്നു. അപ്പൊ ഞാൻ എന്നിട്ട് എനിക്കറിയാവുന്ന 1-2 പേരും അവരുടെ കണക്ഷൻസ് വഴി ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. പുള്ളി നമ്പറൊക്കെ ഞാൻ വിളിച്ച് ശല്യപ്പെടുത്തി പുള്ളി വിളിച്ചെടുത്ത് ഞാൻ വിളിച്ചു ചോദിച്ചു, ചേട്ടാ അവിടെ എന്തായിട്ട് അവസ്ഥ? ചേട്ടൻ പുള്ളി പറഞ്ഞു പറഞ്ഞു, "എടാ, "എടാ, ഇവിടെ ഇങ്ങനെയാണ്." ആശത്തിലേക്കാണ് നിന്റെ പോക്ക്. പിന്നെ സ്ഥലം നല്ലതാണ്, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണ്, പക്ഷെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ട്. പുള്ളി അന്ന് പറഞ്ഞിരുന്നു അവിടെ മിക്കതും ഈ ഫാക്ടറി ജോബ്സും Factory, പരിപാടികളൊക്കെയാന്ന് അതെ. പറഞ്ഞായിരുന്നു. കിട്ടായിച്ചിരി പാടാന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ പേടിച്ചു ഇച്ചിരി. അവിടെ പെട്രോളിയം മറ്റേ റിഫൈനറീസ് ഒക്കെയാ കൂടുതൽ എനിക്ക് ഫുൾ ടൈം ജോലികൾക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ്. അതെ അതെ, പ്രിഫറൻസ് വരുന്നതും Yeah. ഒക്കെ. ഞാൻ പിന്നെ വേറെ പഠിച്ചു ഒരു കഴിഞ്ഞ ഉടനെ ഇറങ്ങി. ഞാനിപ്പം അവര് റൂൾസ് ഒക്കെ ചേഞ്ച് ചെയ്തു. GIC ഞങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും GIC ഒരു വലിയ $10,000 ആയിരുന്നു, $10,000 ആയിരുന്നു GICയുടെ എമൗണ്ട്. ഇപ്പം 20,000 ആണ്. 20,000. അത് പക്ഷേ ആക്ച്വലി വേണം. Actually അത് വളരെ അതാണ് നല്ലതാണ്. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം അത് നല്ലതാ. കാരണം ഇപ്പൊ വരുന്ന സ്റ്റുഡൻസിന് ബേസിക്കലി ഞങ്ങൾ പീറ്റർബറോയില ഞാൻ വന്നത്. അപ്പൊ അവിടത്തെ ഇപ്പൊ ഞാൻ പോകുമ്പോഴത്തേക്കും അവിടത്തെ സ്റ്റുഡൻസ് 1 വർഷം കഴിഞ്ഞിട്ടും ജോലി കിട്ടാത്ത ആൾക്കാരുണ്ട്. 1 വർഷം 6 മാസം കഴിഞ്ഞിട്ടും ഇവിടെ ജോലി കിട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പം GIC ഉള്ളത് നല്ലതാ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 ആക്കുമ്പോഴത്തേക്കും ഇത്ര എമൗണ്ട് വെച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പം 20,000 ആകുമ്പോഴത്തേക്കും, കാരണം കോസ്റ്റ് ഓഫ് ലിവിങ് 2018 ഞാൻ കൊടുത്തിരുന്ന റെന്റ് എന്ന് പറയുന്നത് $165. റെന്റ്. ഷെയറിംഗ് റൂം 2 പേരെ ഉണ്ടായിരുന്നു. റൂമിലോ? ഓക്കെ, അന്നത്തെ പണികൾ കാരണം എനിക്ക് കിടക്കേണ്ട ഒന്നും വന്നിട്ടില്ല. അത് അല്ല, വേറെ എന്നാലും എന്നാലും $165 ആയിരുന്നു 2018. അതും സ്കാർബോയിലാണ് ഞാൻ താമസിച്ച്. കൃത്യം ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രൈം ലൊക്കേഷനിലായിരുന്നു. പക്ഷെ ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തോരമാണ് നമ്മുടെ എക്സ്പെൻസസും ഇതായി. അതുപോലെ തന്നെ അന്നൊരു $100 കൊണ്ട് നമ്മൾ വാൾമാർട്ടിൽ പോയായിരുന്നെങ്കിൽ നല്ലൊരു സാധനങ്ങൾ മൊത്തം ഒരു കാർട്ട് നിറയെ സാധനം മൊത്തം മേടിക്കാൻ. ഇപ്പൊ 4 സാധനം വാങ്ങുമ്പോ $80 ഇടും. $80. കഴിഞ്ഞ ദിവസം ഗ്രോസറി വാങ്ങാൻ പോയപ്പോ അതാണ് ആ ഇത് change ഇപ്പം വന്നത്. GIC എന്ന് പറഞ്ഞപ്പം GIC അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടാവില്ല. അപ്പൊ ഞാൻ അത് എന്താണെന്ന് നമുക്കൊന്ന് പറയണമല്ലോ. GIC എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടീഡ് ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന, നാട്ടിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഇതാണ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ അതിൽ പൈസ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം കാനഡ വരുമ്പം നമുക്ക് മാസാമാസം ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മുടെ ലിവിങ് എക്സ്പെൻസിന് വേണ്ടിയിട്ട് തരും. നേരത്തെ അത് $10,000 ആയിരുന്നു. അപ്പൊ നാട്ടിലൊരു 6 ലക്ഷം രൂപ അല്ലെ, 6.5 lakhs. അത്ര സംതിങ് അടുത്ത് വരും. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മാസം $1,000 വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ 10 മാസം കിട്ടത്തുള്ളൂ. അതെ. അത് പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ 2 വർഷം പഠിക്കാൻ വരുന്ന ഒരാൾക്ക് 10 മാസം ഇപ്പൊ ജോലി കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഗവൺമെന്റ് ഈ 10,000 എന്നുള്ള 20,000 ആക്കിയത്. അപ്പൊ അതും കൂടി അത്ര ഒരു 2 വർഷം അടുത്ത് നമുക്ക് $1,000 വെച്ച് കൈ കിട്ടും. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. നിനക്ക് 20,000 ആയിരുന്നു? അല്ല, എനിക്ക് 10,000. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ബാച്ചില് അല്ല, ഈ വരുന്ന മെയ് തൊട്ടുള്ള മെയ് ബാച്ചിലാണ് തൊട്ടുള്ള 20,000. കഴിഞ്ഞ കൊല്ലം മുതലായില്ല. ഈ വരുന്ന മെയ് അതിനെക്കുറിച്ച് ഒരുപാട് എനിക്ക് റൂൾസ് മാറി. എന്റെ ഒരു കസ്റ്റം വരുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരിക്കും 20,000. പക്ഷെ അതെനിക്ക് അറിയത്തില്ല 2 വർഷത്തേക്കാണ് എനിക്കൊന്ന് പഠിത്തം തീരുന്നോളം വരെയോ അല്ലെങ്കിൽ 2 വർഷത്തേക്കായിരിക്കും. അല്ല, ഒരു വർഷത്തേക്കാണ് തോന്നുന്നത്. ഒരു വർഷത്തേക്ക് തന്നെ, പക്ഷേ എമൗണ്ട് കൂടുതലാണ്. അങ്ങനെയാണല്ലേ? കാരണം നമ്മൾ അതെനിക്കറിയത്തില്ല. വന്ന് ഇറങ്ങുമ്പോ ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടുന്നത് $2,000. അത് കഴിയുമ്പോ തൊട്ടാണ് $1,000. അതെ. CIPC CBCയില് അങ്ങനെ എന്തോ ആയിരുന്നു. 2,000 കിട്ടും. പിന്നെ 670 കണ്ടാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അത് ഓരോ ബാങ്കിനനുസരിച്ച് അത് Depend ചെയ്തിരിക്കും. depend ചെയ്തിരിക്കും. പക്ഷെ അന്നത് ലാഭിഷായിരുന്നു. അതെ, അതായിരുന്നു. അല്ല, ഞാനാണ് വന്നപ്പോഴും അതുകൊണ്ടായിരുന്നു. അല്ല, ഞാൻ വന്നപ്പോ എനിക്കതൊന്നും പോരായിരുന്നു. എന്റെ വാടക തന്നെ ഓൾമോസ്റ്റ് ഒരു എല്ലാം കഴിഞ്ഞിട്ട് $500 ആയിരുന്നു. ഒരൊറ്റ അതായത് ഷെയറിംഗ് ബേസിസിലെ ഷെയറിംഗ് basis. എന്നിട്ട് വാടക, യൂട്ടിലിറ്റീസ് എല്ലാം അടക്കം ഒരു 500. പിന്നെ എനിക്ക് ആകെ കിട്ടുന്ന പക്ഷെ ഞാൻ 600 പറയുന്നേ, something കണ്ട. ജോലി ഇല്ലാണ്ട് ഇവിടെ നിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 1,500 എങ്കിലും വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഇപ്പോഴത്തെ നമ്മുടെ ചേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ നിക്കണമെങ്കിൽ പട്ടിണി കിടന്നാലും നിക്കാൻ പറ്റത്തില്ല എന്നൊരു സ്ഥലം. പട്ടിണിയാണ് നിക്കണെങ്കിലും $1,000 കൈ വേണം. അത് കൂടുതൽ വേണ്ടി വരും ഉറപ്പായിട്ടും. പിന്നെ ഉറപ്പായിട്ടും. അപ്പം ഈ നാട്ടിലൊക്കെ ഒത്തിരി ആൾക്കാരെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഈ $20,000 എന്നുള്ള ഡെപ്പോസിറ്റ് കൂട്ടിയപ്പോൾ ഒത്തിരി ആൾക്കാർ കംപ്ലൈന്റ് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞു അത് ആക്ച്വലി നല്ലതാണ്. കാരണം നമ്മൾ ഇവിടെ ഞാൻ വരെ വന്നപ്പം
ഈ പറഞ്ഞ ജോലിക്ക് വലിയ പ്രശ്നമില്ല. കാരണം എനിക്കും ജോലി വന്ന ഉടനെ ജോലി കിട്ടി, വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോയി. ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഈ ഇതിന്റെ കുഴപ്പമില്ല അല്ലെ, ഒരു പ്രശ്നമില്ല. ജോലി കിട്ടുവാണെങ്കിൽ കൃത്യം 20 മണിക്കൂർ. നോർമലി പണ്ട് ചെയ്തോണ്ടിരുന്നത് ഈ GIC വരുന്നത് എല്ലാരും മാറ്റി വെക്കും ഫീസ് അടയ്ക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന എമൗണ്ടിനായിരുന്നു നമ്മൾ എക്സ്പെൻസസ് മീറ്റ് ചെയ്തോണ്ടിരുന്നത്. ഞാനും അങ്ങനെ മാറ്റി വെച്ചാണ് ഞാൻ ഒരു സിമിലർ ഫീസ് നമുക്ക് ഇത്ര ഫീസ് അടയ്ക്കണമല്ലോ അടുത്ത സെമസ്റ്റർ. കാരണം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് നാട്ടിൽ നിന്ന് ആലോചിക്കാനും ഇവിടെ പറയാനും ഒന്നും വേറെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വിചാരിച്ചിരുന്നത് ഒരു സെമസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം എന്ന് പറഞ്ഞൊരു പോയിന്റ് ആണെന്ന് വിചാരിച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ, ഞാൻ 20 മണിക്കൂർ പണിയെടുക്കുന്നു, ഇത്ര വെച്ച് GIC കിട്ടുന്നത് ഇത്രയാണ് എന്നുള്ള പോയിന്റില്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം യൂഷ്വലി എല്ലാവർക്കും അറിയാം. പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്നും ഓർത്ത് വെച്ചോണം. ആദ്യം 4 മാസമാണ്, പക്ഷെ ഒരു 3 മാസം 3.5 മാസം ആവുമ്പോഴത്തേക്കും നമുക്ക് കോളേജിൽ നിന്ന് ഒരു ലെറ്റർ വരും, ഫീസ് അടച്ചോ എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഫീസിന്റെ സ്ട്രക്ചറും മീൻസ് ഞാൻ പഠിച്ചപ്പോഴും ഞങ്ങളുടെ കോഴ്സിന്റെ ഞാൻ ബയോടെക് ഫോറൻസിക്സാ പഠിച്ചത്. അപ്പൊ ഞാൻ ഏകദേശം $11,000 വരെ അടച്ച സെമസ്റ്ററുകളും ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു മിക്കവാറും ഉള്ള കോഴ്സുകളിന് എല്ലാത്തിനും 10 to 11,000 അങ്ങനെയാണ് സെമസ്റ്റർ ഫീസ് നല്ല രീതിയിൽ കൂടി കൊടുക്കും. ഞങ്ങളൊക്കെ വന്നത് പോയിന്റ് മുതൽ സ്വയം എനിക്ക് തോന്നുന്നു അടച്ചോണ്ടിരിക്കുന്ന ടൈമാണെന്ന് തോന്നുന്നു. അതിന്റെ ഒരു ടെൻഷനാവും. അല്ല, ഇതിപ്പം ഈ കാര്യം പറഞ്ഞപ്പോഴേ നമ്മള് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ നേരത്ത് ഞാനും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഏജൻസികളും പറയുന്നത് എന്നാന്നറിയാമോ, 1 വർഷത്തെ ഫീസ് നിങ്ങൾ അടയ്ക്കുന്നു, നമ്മളിങ്ങ് പോരുന്നു, അല്ല ഒരു സെമ്മിന്റെ ഫീസ് അടയ്ക്കുന്നു, നമ്മളിങ്ങ് കേട്ടിരിക്കുന്നു. അതെ, എന്നിട്ട് ഇവിടെ വരുന്നു, നമുക്ക് ജോലി കിട്ടുന്നു. ജോലി കിട്ടുന്നത് വെച്ചിട്ട് ജോലിയൊക്കെ പെട്ടെന്ന് കിട്ടുന്നത്. അതെ, എനിക്ക് 5 മാസം കിട്ടും. അതെ, ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് അതിന്റെ കിട്ടുന്ന പൈസയും കൊണ്ട് നമ്മള് ബാക്കി സെമ്മിന്റെ ഫീസ് അടയ്ക്കുന്നു. അത് അപ്പൊ ആ പ്ലാൻ വെച്ചിട്ടാണ് നമ്മളെല്ലാരും വന്നത് അല്ലെ, നമ്മളെല്ലാരും അങ്ങനെയാണ്. തീർച്ചയായിട്ടും. അപ്പം അത് തന്നെ ഇപ്പോഴും വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം കൂടി വിളിച്ചിട്ട് എന്നെ കളിയാക്കിയതുള്ളൂ. എന്തൊക്കെയായിരുന്നു മലപ്പുറം ഒരു 5 മിനിറ്റ്സ് കൊണ്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അല്ല, പക്ഷെ അവര് പറഞ്ഞ തെറ്റാന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ നമ്മളൊക്കെ അടച്ചു ഇല്ലേ, ഞാൻ പണിയെടുത്തു, കാശുണ്ടാക്കി, ഞാൻ ഫീസ് അടച്ചു. ഒരു രൂപ പോലും പിന്നെ കടം മേടിക്കാതെ ഫീസ് അടയ്ക്കാൻ പറ്റും. എനിക്ക് അത് അവര് പറഞ്ഞത് ശരിയാണ്. പക്ഷെ അവര് എല്ലാ സമയത്തും അവർ അത് തന്നെയാണ് പറയുന്നത്. ഏജൻസികള് ഇവിടുത്തെ എക്കോണമി നോക്കാതെയാണ് പറയുന്നത്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് അല്ലെ. ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ വന്ന സമയത്ത് ആ പോസ്റ്റ് കോവിഡ് കഴിഞ്ഞ ഉടനെ, ഇപ്പൊ ഞാൻ ഡോണിനല്ല പറയുന്നത്, നമ്മൾ പോകുന്നത് ഇപ്പൊ അലക്സും അഞ്ജലിയും ഞാനും വന്ന സമയത്ത് ആ പോസ്റ്റ് കോവിഡ് ടൈമിൽ എന്ന് പറയുമ്പോൾ ഈ വർക്ക് ഫ്രം ഹോമിൽ നിന്ന് മാറി വർക്ക് ഫ്രം ഓഫീസിലേക്ക് എന്നുള്ള ആ ഒരു ഇതിലേക്ക് വന്നു. പിന്നെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഓപ്പൺ ആയി. സോറി ഗൈസ്, ഞങ്ങൾക്ക് ചെറിയൊരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് കാരണം വീഡിയോ ഒന്നും കൂടി ഷൂട്ട് ചെയ്യേണ്ടി വന്നു. റെസ്യൂം ചെയ്യുന്നു. നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അതായത് നമ്മള് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പം നമ്മുടെ അടുത്ത് ഏജൻസികൾ പറയുന്ന ഒരു കാര്യം, അതായത് നമ്മുടെ ഫീസ് ഇപ്പൊ അവര് ഇമിഗ്രേഷൻ ഭയങ്കര എളുപ്പമാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഇമിഗ്രേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് എന്തുമാത്രം പൈസ വരാകുന്നുള്ള അതിനെക്കുറിച്ച് അവർ വളരെ ഈസി ആക്കാൻ വേണ്ടി പറയുന്നത്, നമ്മൾ 1 വർഷത്തെ അല്ലെങ്കിൽ ഒരു സെമ്മിന്റെ ഫീസ് അടയ്ക്കുന്നു, നാട്ടിൽ വെച്ച് അടയ്ക്കുന്നു, ഡെപ്പോസിറ്റ് പൈസ ഇടുന്നു, ബാക്കി ഫീസ് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് അവർ പറയുന്നത്. ഇപ്പം അലക്സ് വന്ന സമയത്ത് കോവിഡിന് മുന്നേ അലക്സ് വന്നു, ജോലികൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ കോവിഡിന് എനിക്ക് വന്നു അഞ്ജലി ഞാനും കോവിഡിന് ശേഷം വന്നു. ഞാനും അതെ, കുറെ കഴിഞ്ഞു, സമയം ഒരുപാട് കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ വന്നപ്പോഴാണ് നമുക്ക് ജോലി ഉണ്ടായിരുന്നു, ഞങ്ങൾ ജോലി ചെയ്തു, ആ പൈസ കൊണ്ട് നമ്മൾ ഫീസ് അടച്ചു. പക്ഷെ ഇവര് പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല, ഇവർ പറയുന്നതൊക്കെ കറക്റ്റാ, അവര് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്തു. പക്ഷെ അവർ ഇപ്പോഴും അത് തന്നെയാ പറയുന്നത് നാട്ടിൽ പറയുന്നത് ഈ ഒരു സമയത്ത്. അതെ, ഈ ജോലി ഇല്ലായ്മയുള്ള സമയത്ത്. അപ്പം ഇത് അവരെ കുറ്റം പറയുന്നതല്ല, അവരുടെ ബിസിനസ് നടക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ പറയും. അപ്പം നമ്മൾ സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ വരുന്ന ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പൊ ഞാനാണെങ്കിൽ പോലും അത് ഒരു പരിധി വരെ ചെയ്തിട്ടില്ല. നമ്മൾ ചാടി ഇറങ്ങി പോരുക ചെയ്തേ. ഇവിടെയുള്ള ആൾക്കാരോട് അന്വേഷിക്കുക ഇവിടുത്തെ സാഹചര്യം, ഇവിടെ പഠിക്കാൻ വരുന്ന കോളേജിന്റെ. പക്ഷെ അതിലൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇപ്പൊ ഇവിടെ ഉള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും വരണ്ട, അതേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ ചില ലൊക്കേഷനിലാണെങ്കിൽ അപ്പൊ അവർ വിചാരിക്കും ഇവൻ കുശുംബ, ഇവൻ അവിടെ പോയി സെറ്റപ്പ് ഒക്കെ ആയി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞു. പണ്ട് അത് നന്നായിട്ടുണ്ടായിരുന്നേ, പക്ഷെ ഇപ്പൊ പിന്നെയും കുറെ ഞാൻ എല്ലാവർക്കും മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്, കുറെയൊക്കെ മനസ്സിലാവുന്നുണ്ട്. അത് ശരിയാ. ഇപ്പൊ അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആൾക്കാർക്ക് ഇവിടെയുള്ള കാര്യങ്ങളെ കുറിച്ച് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് മനസ്സിലാവാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയുവാണെങ്കിൽ, ഞാൻ എന്റെ ചേട്ടടുത്ത് ഞാൻ ചോദിച്ചു, ചേട്ടാ എന്നെ അടുത്ത് പറയാണ്ടിരുന്നേ, ഒന്നും വരണ്ടെന്ന് പറയാമെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു. അപ്പൊ ചേട്ടാ പറഞ്ഞേ,
ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇതേ പറയത്തുള്ളൂ, നിന്റെ മനസ്സിൽ ഇതേ വരുന്നുള്ളൂ. നീ വന്ന് ഇവിടെ കിടന്ന് ചേട്ടൻ എവിടെ വന്ന് സെറ്റപ്പ് ആയി ഒക്കെ നന്നായിട്ട് പൈസ ഒക്കെ ഉണ്ടാകുന്നുണ്ട്, പിന്നെ ഇവന്റെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെന്ത് വിചാരിക്കും? ആ ഒരു ഇതില്ല. ചേട്ടൻ ഞാൻ ചോദിച്ചു. ഞങ്ങളൊക്കെ ആ സമയത്ത് ബേസിക്കലി ഞാൻ 2-3 പേരുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയാണ്. കാരണം നമ്മള് ആദ്യമൊക്കെ ഞങ്ങൾ വന്ന സമയത്തൊക്കെ ആണല്ലോ, നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, നാട്ടില് ഫ്രണ്ട്സിനെ വിളിക്കുമ്പോഴത്തേക്കും ഇന്ന് പിന്നെ നിങ്ങളുടെ ബാച്ചിലുള്ള പകുതി പേര് കൂടെ ഉണ്ടാവും. പക്ഷെ എന്റെ ബാച്ചിൽ നിന്ന് പോകുന്നതിൽ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം പോകുന്നത്. അപ്പം നമ്മള് ഇവര് വിളിക്കുമ്പോഴത്തേക്കും നമുക്ക് ആദ്യത്തെ സമയത്ത് ഫുള്ള് വിളിയാണല്ലോ, കോൾ എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, ഞാന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വാൾമാർട്ടിൽ ക്ലീനിങ്ങിനെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഫാക്ടറി ജോബ് ഉണ്ടായിരുന്നു, പിന്നെ വാൾമാർട്ടിലാണ് സ്ഥിരമായിട്ട് ജോലിക്ക് കയറിയ ക്ലീനിങ്ങിന്റെ പരിപാടി, വാക്സിനിലേക്ക് മാറി. അപ്പൊ നമുക്ക് രാത്രി മൊത്തം പണി, അത് കഴിഞ്ഞിട്ട് രാവിലെ 6:30 ആകുമ്പോഴത്തേക്കും പരിപാടി തീരും, 8 മണിയാകുമ്പോഴത്തേക്കും ബസ് കയറണം. അപ്പം വന്നു കുളിക്കുന്നു മാറുന്നതേ ഉള്ള പരിപാടി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും ബ്രെഡും മുട്ടയും, ഇതാണ് നമ്മുടെ ദേശീയ ആഹാരം. മാഗി കഴിക്കാൻ നേരമില്ല, അതുകൊണ്ട് ബ്രെഡ് മുട്ടയോണ്ട് പെട്ടെന്ന് കുത്തിക്കിട്ടങ്ങ് പോയാൽ. അപ്പൊ അങ്ങനെ പോകുമ്പോഴേക്കും നമുക്ക് വിളിക്കാനൊന്നും നേരമില്ല, അല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാനായിട്ടൊരു സമയമില്ല. അങ്ങനത്തെ ഒരു ഇതൊക്കെയായിരുന്നു. അപ്പോഴത്തേക്കും എല്ലാരും പറയും നമ്മളോട്, ഓ അവൻ അവിടെ പോയിന്റിലേക്ക് ആണ് അന്ന് പോയത്. പക്ഷെ ഇപ്പം എല്ലാ വീട്ടിൽ നിന്നും ഓരോരുത്തർ വെച്ച് കാനഡയിൽ ഉള്ളത് കൊണ്ട് അവർക്ക് മനസ്സിലാവും സമയമില്ലെന്ന്, ഇങ്ങനെയാണ് സമയമില്ല, ഇതാണ് കാനഡയുടേത് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും മനസ്സിലാവും. അപ്പം അന്നത്തെ ഇഷ്ടം പോലെ പണിയുണ്ടായിരുന്നു ഞങ്ങളെ വന്ന സമയത്ത്. അപ്പൊ ഞാനിപ്പോ ഒരു കാര്യം കൂടെ പറയുമ്പോൾ, നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് സ്റ്റുഡൻസ് നാട്ടിൽ നിന്ന് വരുമ്പോഴുള്ള കാര്യം. ഇപ്പൊ ആൾക്കാർ കുറെ പേര് ഈ വർക്ക് പെർമിറ്റ് എടുത്തിട്ട് വരുന്ന ആൾക്കാരുണ്ട്, വെറും വർക്ക് പെർമിറ്റിൽ. ഇവിടുന്ന് സ്പോൺസർഷിപ്പ് കൊടുത്തിട്ട് പക്ഷെ അത് റെയർ ആണ്. അങ്ങനെ എല്ലാ കമ്പനീസും ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് കിട്ടാനായിട്ട്. വരെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇപ്പൊ. എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് കേട്ടിട്ടുള്ളത്. ബുദ്ധിമുട്ടാണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് നാട്ടിൽ നിന്ന് പൈസ ഏജൻസി വഴി അങ്ങനെ പറ്റിക്കുന്നുണ്ട് ഒരുപാട് താമിലും അവിടെയൊക്കെയാണ്. പക്ഷെ അല്ലാതെ വരുന്നവരും ഉണ്ട്. എന്റെ ഒരു കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരൻ ഈ ഇവിടെ തന്നെ ടൊറന്റോ തന്നെയാണ് LMA വഴി സാധാരണ ജോലി കിട്ടുന്ന ഒരു സ്ഥലത്ത് LMA വഴി വന്നു. എനിക്കൊന്ന് 6 ലക്ഷം രൂപയോ അങ്ങനെ കണ്ടാണ് മാക്സിമം ഒരു പേ ചെയ്ത്. ഒരുപാട് സ്കാംസ് ഉണ്ട്, ഇഷ്ടം പോലെ ജോലി വാങ്ങിച്ചു തരാം. സ്കാംസ് കാനഡയിൽ വരുന്നവർ ഏറ്റവും ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇപ്പം ഞാൻ എൻ്റെ ഒരു അന്ന് വന്ന ഒരു അനുഭവം പറയുക. അപ്പം വന്ന സമയമാണ് 2000 സമയത്ത് 18 സമയത്ത്. അപ്പം എൻ്റെ സോഷ്യൽ സ്റ്റഡീസ് എങ്ങാണ്ടായിരുന്നു പയ്യൻ പഠിച്ചത്. അപ്പം ഞാൻ പോകുന്ന ഒരു വീട്ടില്, അപ്പം ഞാൻ ഒരു ദിവസം ഞാൻ താഴേക്ക് ഇറങ്ങി പോയപ്പോഴത്തേക്കും അവനിങ്ങനെ തലയിലൊക്കെ കൈവച്ച് സീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് എന്നെ പറ്റിയിടാന്ന് വെച്ചു. പറഞ്ഞിടാ എനിക്കൊരു കോള് വന്നു. ഡൗൺ ടൗൺ പോയപ്പോഴത്തേക്കും സ്ട്രീറ്റ് ലൈറ്റ് ക്രോസ് ചെയ്തു. നടന്ന് ക്രോസ് ചെയ്തു. റെഡ് ലൈറ്റ് ക്രോസ് തിരിക്കാൻ പാടില്ല അന്നത്തെ അവസ്ഥ ഞാൻ കണ്ടതാണ്. പക്ഷെ റെഡ് ലൈറ്റില് പെഡസ്ട്രിയൻ ക്രോസ് ചെയ്തു. $1000 ഫൈൻ അല്ലെങ്കിൽ ഡീപ്പോർട്ട് ചെയ്യും. ഇതാണ് കോള് വിളിച്ചത്. ഓക്കെ, അപ്പം അവൻ നോക്കുമ്പോ കഴിഞ്ഞ ആഴ്ച ഡൗൺ ടൗണിൽ പോയിട്ടുമുണ്ട്. വന്നിട്ട് എനിക്ക് തോന്നുന്നു 1 മാസം 1.5 മാസം കൊണ്ട് ആയിട്ടുള്ളൂ. ഇനി അറിയാട്ടക്കാരും പോയിട്ടുണ്ടോ? അവൻ പോയിട്ടുണ്ട്, പക്ഷെ ക്രോസ് ചെയ്തില്ലെന്നുള്ള അവൻ അറിയത്തില്ല. അവൻ 1/2 മണിക്കൂർ കൊണ്ട് പൈസ ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, ഡിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അവൻ നേരെ പോയിട്ട് എനിക്ക് വന്ന് വെസ്റ്റേൺ യൂണിയൻ, ഇവിടുത്തെ വെസ്റ്റേൺ യൂണിയൻ ആണോ മണി ട്രാൻസ്ഫർ, അതിന്റെ എന്തോ ആ ഒരു ഐഡിയ കൊടുത്തിരുന്നത്. ഒരു ഐഡിയയിലേക്ക് കൊടുത്തു, പോയ 1000 അടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വിളിക്കണം എന്ന് പറഞ്ഞു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ട്രാൻസ്ഫർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ നേരെ കോള് വിളിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു നമ്പറേ ഇല്ല എന്ന് പറഞ്ഞു വന്നു. അപ്പോഴത്തേക്കും അവൻ പോയിട്ട് ബാങ്കിൽ പോയി സംസാരിച്ചു. അവൻ പോലീസ് സ്റ്റേഷനിൽ പോയി ബാങ്കിലും പോയി. അവർ പറഞ്ഞു വൺസ് പോയതാണ്, അത് പോയി. പോലീസുകാർ പറഞ്ഞു ശ്രദ്ധിക്കണം, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ശ്രദ്ധിക്കേണ്ട അമ്മാരെ എന്നുള്ള രീതിയിലാണ്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടേക്ക് വരുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. സ്കാം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ സ്കാം അടിക്കാവോ ആ രീതിയിൽ നമ്മുടെ പൈസ പോലെ. അതിപ്പം ഡോൺ പറഞ്ഞ പോലെ നമ്മൾ അതിലേക്ക് ഒത്തിരി പോകണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു വലിയ ടോപ്പിക്കാണ്. ഞാൻ ജോലി ചെയ്യുന്നത് തന്നെ അങ്ങനെ ഒരു സംഭവമാണ്. അപ്പം സ്കാം എന്നല്ല ഞാൻ പറഞ്ഞത്, സ്കാമുകളാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. ഫ്രോഡ് ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഫ്രോഡിന്റെ ഇഷ്ടം
ഇഷ്ടം പോലെ കോൾസ് നമുക്ക് വരും. കോഴ്സുകളാണ് മൊത്തം മൊത്തം കോൾ എടുക്കുന്നത്. ഇവനടുത്തിരിക്കുമ്പോ അത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഫ്രോഡുകൾ ലോൺ എടുത്തിരിക്കുമ്പോ. അപ്പം പിന്നെ നമ്മളിപ്പം ഈ പറഞ്ഞ വർക്ക് പെർമിറ്റിൽ വരുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞില്ലേ, വർക്ക് പെർമിറ്റിലൂടെ വരുന്നവര്. അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ്? അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വർക്ക് പെർമിറ്റിൽ വരുന്നവരാണെങ്കിലും ഇപ്പം ഡോണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു നാട്ടിൽ നല്ല ജോലിയായിട്ട് നിൽക്കുന്നവരുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് പേര് ദുബായിൽ നിന്നൊക്കെ നല്ല ജോലിയായിട്ട് നല്ല വെൽ സെറ്റിൽഡ് ആവാം കാനഡയിൽ എന്ന് പറഞ്ഞ് വന്നവരാ. പ്രത്യേകിച്ച് ദുബായിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടാക്സ് ഇല്ല. ഇവിടെ വരുമ്പോഴത്തേക്കും ടാക്സിന്റെ കൂമ്പാരമാണ്. മനസ്സിലായോ? അപ്പം അങ്ങനെ വരുന്ന ഒരു കുറെ പേര് ഇപ്പം എനിക്കറിയാവുന്ന ഒരു 4 പേര് തിരിച്ച് നാട്ടിലേക്ക് പോയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞൊരു ഇത്. പക്ഷെ സക്സീഡ് ആയ ആൾക്കാരും ഉണ്ട്. സക്സീഡ് ആയ സമയത്തിന്റെയാണ്. ചേട്ടായിമാരും കുറെ പേരുണ്ട്. നമുക്ക് ഓരോ വീട്ടിൽ വന്ന് പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത് അത് ഡിപ്പെൻസ് ആണ്. കാരണം നാട്ടിലിപ്പോ നല്ലൊരു ഡെസിഗ്നേഷൻ ജോബ് ലൈക്ക് നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഒബ്വിയസ്ലി ആദ്യമേ ഒന്നും ഇപ്പം നാട്ടിലെ പ്രൊഫസറാ ഇവിടെ വന്ന് നമുക്ക് കോളേജിൽ തന്നെ കിട്ടണം എന്നില്ലല്ലോ, ലേബർ ജോബിന് പോകേണ്ടി വരും. അപ്പൊ ആ ഒരു ഡിഗ്നിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. അത് ഈവൻ ദോ നമ്മൾ കാണിച്ചില്ലെങ്കിലും ഉണ്ടാകും. അത് ഈ ദുരഭിമാനമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്ന അങ്ങനെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊക്കെ നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണമല്ലോ, നമ്മുടെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ. അതിപ്പോ അഞ്ജലി പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ഓർത്തേ, പണ്ടൊക്കെ നാട്ടില് പഠിക്കുന്ന സമയത്ത് എന്റെയൊക്കെ കൂട്ടുകാരെല്ലാരും കേറ്ററിങ്ങിന് പോകും. അപ്പൊ ഞാൻ നോക്കുമ്പോ എല്ലാ കൂട്ടുകാരിലും ഇഷ്ടം പോലെ കാശ് കേറ്ററിങ്ങിന് പോകുന്നു, ഇഷ്ടം പോലെ കാശ് ഭക്ഷണം. എന്നെ വീട്ടിൽ നിന്ന് കേറ്ററിങ്ങിന് കൊടുത്തില്ലായിരുന്നു. അത് പറയുന്നത് അത് അവർക്ക് വീട്ടുകാർക്ക് അത് ഒരു കുറച്ചിൽ പോലെ. അപ്പം നമ്മൾ അങ്ങനെയാണ് വളർന്നു വരുന്നത്. നമ്മൾ മോശമെന്നല്ല പറയുന്നത് കേട്ടോ, കേറ്ററിംഗ് എനിക്ക് പോകുന്നത് ഭയങ്കര ആഗ്രഹമാണ്, എനിക്ക് അങ്ങനെ ജോലി ചെയ്യാൻ ഇഷ്ടമായിരുന്നു. പക്ഷെ എന്നെ വിടത്തില്ലായിരുന്നു. നമ്മുടെ പേരൻസിന്റെ ആ ഒരു അറിവില്ലായ്മ ആയിരിക്കാം. അപ്പം അങ്ങനെ വന്നിട്ട് ഞാന് അങ്ങനെ പഠിച്ചു. പഠിത്തത്തിലൊന്നും ഞാൻ ജോലിക്ക് പോയിട്ടില്ല. ഈവൻ നമ്മുടെ പറമ്പിലെ ചെറിയ പണിയൊക്കെ ചെയ്തെന്ന് പോകുന്നു. പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ എനിക്ക് IT ജോലി കിട്ടി. ആ നാട്ടിൽ നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു മാസം ഒരു 10,000-50,000 രൂപ നമുക്ക് കൈ കിട്ടും. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ കാനഡ വന്നിട്ട് ഞാൻ കാനഡയിൽ ആദ്യം ചെയ്ത ജോലി ഡിഷ് വാഷിംഗ്. ഡിഷ് വാഷിംഗ് എന്ന് പറഞ്ഞാൽ പാത്രം കഴുകുക അല്ലെ. അപ്പം നാട്ടിലൊന്ന് ആലോചിച്ച് നോക്കിയ, നാട്ടിൽ പാത്രം കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആൾക്കാരും അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷെ ഇവിടെ ഞാൻ പാത്രം കഴുകിയപ്പോ എനിക്ക് കിട്ടിയ ശമ്പളം, എനിക്ക് ആദ്യത്തെ ദിവസം ഞാൻ പണിക്ക് പോയപ്പോ ഞാൻ ഓർത്തു ഈ പാത്രം കഴുകാനാണോ ഞാൻ ഈ കാനഡയിലേക്ക് വന്നത് ഞാൻ ഓർത്തു. പക്ഷെ ആദ്യത്തെ ബൈ വീക്കിലി പേ ചെക്ക് എനിക്ക് വന്നപ്പോ, നമ്മൾ ആദ്യത്തെ പേ ചെക്ക് കിട്ടുമ്പോ ഈ പറഞ്ഞ ഡോളറിനെ നമ്മൾ രൂപയാക്കി കൺവേർട്ട് ചെയ്യും. ഞാനൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിയപ്പോ ഉണ്ടല്ലോ, നാട്ടില് 5 വർഷം 5-6 വർഷം IT വർക്ക് ചെയ്ത ഒരാൾക്ക് കിട്ടുന്ന കാശ് ടാക്സ് എല്ലാം പോയിട്ട് കിട്ടുന്ന കാശിനേക്കാൾ കൂടുതൽ എന്റെ കയ്യിൽ ഇവിടെ വരുന്നുണ്ട്. ഇവിടുത്തെ എക്സ്ചേഞ്ച് റേറ്റും കാര്യങ്ങളെല്ലാം ചെലവൊക്കെ കൂടുതലാണ്. ബട്ട് സ്റ്റിൽ എന്റെ കയ്യിലേക്ക് അത്ര കാശ് വന്നു. അതായത് $1,300. അതാണ് മെയിൻ ആയിട്ടൊരു കാര്യം. എല്ലാരും മണി എക്സ്ചേഞ്ച് ചെയ്ത് നോക്കും എന്നുള്ളൊരു രീതിയും കൂടി ഉണ്ട്. പക്ഷെ നമ്മള് ആൾക്കാര് കിട്ടുന്ന എമൗണ്ട് എക്സ്ചേഞ്ച് ചെയ്ത് നോക്കും. പക്ഷെ ഇവിടുത്തെ എക്സ്പെൻസ് അവര് നോക്കാറില്ല. പക്ഷെ ഇവിടുത്തെ എക്സ്പെൻസസ് നോക്കുമ്പം നമുക്ക് കിട്ടുന്ന എമൗണ്ട് എനിക്ക് തോന്നുന്നില്ല മിച്ചം പിടിക്കാൻ കാണുമല്ലോ. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിചാരിക്കും നാട്ടിലെങ്ങാനും നിന്നാ മതിയായിരുന്നു. അങ്ങനെയാണ് ആക്ച്വലി നോക്കേണ്ടതായി. എക്സ്പെൻസസ് അപ്പം ഇങ്ങോട്ട് വരുമ്പം അങ്ങനെ ഒരു മൈൻഡ് സെറ്റുമായിട്ട് വേണം വരാനായിട്ട്. കിട്ടുന്നത് മാത്രം കൺവേർട്ട് ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ റിച്ച് ആണ്. ഇത് ആദ്യം പറഞ്ഞ പോലെ പട്ടിണി കിടക്കണമെങ്കിൽ $1,000 വേണം. പട്ടിണി കിടക്കണമെങ്കിൽ ഒരു മാസം ഒന്ന് ആലോചിക്കാൻ പറ്റുമോ നാട്ടിൽ 60,000 രൂപ. ഇപ്പൊ കുറെ ഇപ്പം ടോണി പറഞ്ഞ ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ റിലേറ്റ് ചെയ്യുവാണ്. നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകണം. എന്ത് പണി, കാരണം പ്രത്യേകിച്ച് ഈ സമയത്ത് ഏത് പണിയാണേലും ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ കാനഡയിലേക്ക് കയറി വരാതിരിക്കും. ഒരിക്കലും GSC കൊണ്ടിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ നേരത്തെ ഡിസ്കസ് അല്ലെ, നമ്മൾ സ്റ്റുഡൻസിനെ കുറിച്ച് മാത്രമല്ല വരുന്നവരും അങ്ങനെ തന്നെയാണ്. PR വരുന്നവരാണെങ്കിലും ഏത് പോയിന്റിലാണ് PR വരുന്നവരാണെങ്കിലും വന്നിട്ട് ഇവിടെ ജോലി കണ്ടുപിടിക്കണം. എല്ലാ സെക്ഷനും ഇപ്പം ഈ റീസെന്റ്ലി ഉള്ള 2024 ഈ റീസെന്റ്ലി ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നഴ്സുമാരെ വരെ എന്ത് ചെയ്യുക, ലേ ഓഫ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലൊക്കെ ലേ ഓഫ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയറാണ്. ഇപ്പൊ ഞങ്ങളുടെ കമ്പനികളിലും അതുപോലെ ലേ ഓഫ്. ഇപ്പൊ RN ആയിട്ട് നിൽക്കുന്നവര് അവർക്ക് എക്സ്പീരിയൻസ് കുറവാണെന്നുണ്ടെങ്കിൽ, റീസെന്റ് RN എഴുതിയിട്ട് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ
എടുക്കത്തില്ല. അവർ എക്സ്പീരിയൻസ് ആ ചോദിക്കുന്നത്. പണ്ട് എല്ലാ ജോലിക്കാരും വേറെ വേറെ പ്രൊവിൻസിലേക്ക് മാറിപ്പോകുമായിരുന്നു. അപ്പൊ ആർഎന്നുമാർക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ടൊറന്റോ റീജിയൻ ആണെങ്കിലും ഉണ്ടായിരുന്നു ജോലികൾ. പക്ഷെ ഇപ്പത്തെ സിറ്റുവേഷനിൽ ആർഎന്നുമാര് വരെ വേറെ വേറെ പ്രൊവിൻസിലേക്ക് പോകുന്ന ഒരു നമ്മള് ഈ വെസ്റ്റ് വേൾഡിലേക്ക് വരുമ്പോഴേ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഏറ്റവും കൂടുതൽ ഇവിടെ ആളെ ആവശ്യമുള്ളത് PR-ലാണ് ഞാൻ പറയുന്നത്. ആളെ ആവശ്യമുള്ള ഒന്ന് നേഴ്സുമാർ, അല്ലെ ഹെൽത്ത് സെക്ടറിൽ. അപ്പൊ ഹെൽത്ത് സെക്ടറിൽ ഭയങ്കരമായിട്ട് ആളെ ആവശ്യമുണ്ട്. പിന്നെ ടീച്ചിങ്ങിൽ ഭയങ്കരമായിട്ട് ആളെ ആവശ്യമുണ്ട്, പഠിപ്പിക്കാനായിട്ട്. IT സെക്ടർ ഇതിൽ ആളെ ആവശ്യമുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആളെ ആവശ്യമുള്ള ജനറൽ സ്കിൽ ലേബേഴ്സ്. അപ്പൊ ഇതിനകത്തെല്ലാം ഇപ്പം ഒരു 3 വർഷം മുന്നേ വരെയൊക്കെ, ആ കോവിഡിന് മുന്നേ അല്ല കോവിഡ് കഴിഞ്ഞ് ഒന്ന് റീസ്റ്റാർട്ട് ആയ ഫേസിലൊക്കെ ഇഷ്ടംപോലെ കമ്പനികൾ, എല്ലാ കമ്പനികളിലും എല്ലായിടത്തും ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ഈ എക്കണോമിക് ഒരു റിസഷൻ ഒക്കെ വന്നപ്പോഴത്തേക്കും ആ ഹയറിംഗ് അങ്ങ് ഒരു നിർത്തി. കാരണം അവർക്ക് ആളെ വേണ്ട, അപ്പൊ അതുകൊണ്ട് ഇപ്പം 8-9 വർഷം ചെറിയൊരു ജോലിക്ക് ഇപ്പൊ ഷെയർ പോയിന്റ് അഡ്മിൻ, ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു. ഞാൻ വർക്ക് ചെയ്ത ഒരു ഫീൽഡ് ആയെന്ന് പറഞ്ഞാൽ ഷെയർ പോയിന്റ് അഡ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, പണി ജസ്റ്റ് കയറി ചെയ്തിരുന്ന പരിപാടിയേ ഉള്ളൂ. അതിന് വരെ അവർ ചോദിക്കുന്ന 8 വർഷത്തെ എക്സ്പീരിയൻസ്. ഒരു ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് പഠിക്കാവുന്ന പണിയാണ് 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എടുക്കുന്നത്. അപ്പൊ അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു എക്കണോമിക് ക്രൈസിസ് ആണ്. ഇപ്പം ഈ പ്രൊഡക്ഷൻ മേഖലയാണല്ലോ ഈ അമേരിക്ക എന്ന് പറയുന്നത്, നോർത്ത് അമേരിക്ക. അതിന്റെ ആ കുഴപ്പം കൊണ്ടാണ് ഈ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ, ഇപ്പൊ ഈവൻ സ്റ്റുഡൻസ് ആണെങ്കിലും PR ആണെങ്കിലും വർക്ക് പെർമിറ്റ് ആണെങ്കിലും നാട്ടിൽ നിന്ന് വരുമ്പം അവര് ഒരു പരിധി വരെ നോക്കി കഴിഞ്ഞാൽ അതൊരു ഒളിച്ചോട്ടാ. നാട്ടിൽ നല്ല ജോലിയുള്ളവർ നമ്മളിവിടെ നിന്ന് ചിന്തിക്കും അവരെന്തിനാ അത് കളഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത്. അതിപ്പോ നമ്മളിവിടെ ആയതുകൊണ്ട് നമുക്ക് തോന്നുന്നത് അക്കരപ്പച്ച എന്ന് പറഞ്ഞൊരു ഫാക്ട് ഉണ്ടല്ലോ. അതെ, അവരിവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെടാതെ വരുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഓക്കെ ഇതിനേക്കാൾ ബെറ്റർ ആയിരുന്നു നാട്. പക്ഷെ അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇതെല്ലാം ഒരു ടെമ്പററി പ്രശ്നങ്ങളാണ്. ബേസിക്കലി എന്ന് പറഞ്ഞാൽ നമുക്ക് കാനഡയിൽ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 4-5 വർഷം കഴിയണം ഒന്ന് നമുക്കൊന്ന് നേരെ നിൽക്കാൻ. സ്റ്റുഡന്റ് ആയിട്ട് വരുന്ന ഒരു പോയിന്റിൽ ഈ PR-ന്റെ കാര്യം എനിക്ക് അറിയത്തില്ല, PR ആയിട്ട് വന്നവർ, കാരണം ഞാൻ സ്റ്റുഡന്റ് ആയിട്ട് വന്നൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുക. ഒരു 4 കൊല്ലം വേണം നമ്മൾ നാട്ടിലെ കടം തീർക്കണം, ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നവരുടെ കാര്യമാണെങ്കിൽ. അങ്ങനെ വന്നിട്ട് ഒരു 4-5 വർഷം മുതലാണ് നമുക്കൊരു എന്താ പറയുക ഒരു ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി വ്യത്യാസമാണ്. കാരണം നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്ന് പഠിച്ച കാര്യങ്ങൾ. ലൈഫ് സ്റ്റൈലിൽ എന്താണെങ്കിലും ചേഞ്ചസ് ഉണ്ട്. നാട്ടിലാണെങ്കിലും ഇവിടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോ മെയിൻ ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിൻ ആയിട്ട് പിന്നെ വേറൊരു വലിയ കാര്യമുണ്ട് കേട്ടോ. ഇപ്പം PR-ലാണെങ്കിലും PR വരുന്നവർക്ക്, സ്റ്റുഡന്റ് ആയിട്ട് വരുന്നവർക്ക് GIC ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പം എനിക്കറിയാവുന്ന ഒരാൾ ഈ ഇടയ്ക്ക് PR കിട്ടി കാനഡ വന്ന ഒരാളുണ്ട്. അപ്പം അവരെന്നോട് നാട്ടിൽ നിന്ന് അന്വേഷിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോലികൾ ഭയങ്കര കുറവാണ്, അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം ജീവിക്കാനുള്ള കാശ് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അല്ല, ഓൾറെഡി അവർക്ക് ഡിപ്പോസിറ്റ് എമൗണ്ട് കാണിക്കണ്ടേ PR? അല്ല, അത് കാണിക്കുന്നത് ചുമ്മാ ഈ കാണിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവരണം കാര്യം കാരണം ഇവിടെ ജീവിക്കാം ചെലവിന് എമർജൻസി ആയിട്ട്. അപ്പൊ അവരെന്നോട് പറഞ്ഞൊരു കാര്യം, അവരുടെ ഏജൻസി പറഞ്ഞു ഒരു 2-3 മാസത്തെ പൈസ വേണം, പക്ഷെ അത് എത്ര വേണമെന്ന് അവരോട് പറഞ്ഞിട്ടില്ല, അവർക്ക് അറിയത്തുമില്ല. കാരണം ഇവിടെ ജീവിക്കാത്തവർക്ക് എങ്ങനെയാണ് എക്സ്പെൻസ് അറിയാൻ പറ്റുന്നത്. അപ്പൊ ഇത് വളരെ നന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഒരു മാസം ഒരാളാണെങ്കിൽ വണ്ടിയൊന്നും ഇല്ലെങ്കിൽ ഒരു ആവറേജ് ഒരു $1,200 വരും. ഞാൻ ഏറ്റവും മിനിമൽ ആണ് പറയുന്നത് ഒരാൾക്ക്. അതിനേക്കാൾ കൂടുതൽ വരൂലേ? ഡിപ്പെൻസ്. ഞാൻ ഏറ്റവും മിനിമം ഇപ്പം $600 റെന്റ്, സിംഗിൾ റൂം ആണെങ്കിൽ 600 ഞാനിപ്പോ എന്റെ കിച്ചണർ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ചോദിച്ചാൽ പറഞ്ഞു ഇപ്പൊ $1,200 അല്ല വേണ്ട $1,500 കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ ഒരു 6 മാസം എന്ന് പറയുമ്പോ തന്നെ ആയില്ലേ $9,000 അല്ല $10,000 അടുത്തായി. അതായത് ഒരു 6 ലക്ഷം രൂപ കൊണ്ടുവരേണ്ടി വരും. അപ്പം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാവുള്ളൂ. കാരണം അല്ല ഇവിടെ വന്നു കഴിയുമ്പോൾ ജീവിതം ദുരിതമാവും. എനിക്ക് തോന്നുന്നില്ല ഒരു ഏജൻസി ഇങ്ങനെ പറയുന്നു. കാരണം ഇത്ര നാളത്തേക്ക് സത്യങ്ങളൊന്നും പറയത്തില്ല. കാരണം 6 ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്കിനും അതൊരു ഹ്യൂജ് എമൗണ്ട് ആയി നാട്ടില്. പിന്നെ അത്ര എമൗണ്ട് എന്തിനാ വെറുതെ? അത് ഇവിടുത്തെ ജീവിത ചെലവ് മാത്രമാണ്. നമ്മൾ പുതിയ രാജ്യത്തേക്ക് വരുമ്പോൾ നമുക്ക് ജീവിത ചെലവ് മാത്രമല്ല. വിന്ററിലാ വരുന്നെങ്കിൽ ഒരു വിന്റർ ബൂട്ട് മേടിക്കണം, വിന്റർ ജാക്കറ്റ് മേടിക്കണം, അല്ലെ വിന്റർ എക്യുപ്മെന്റ്സ് മേടിക്കുന്നത് എല്ലാം കൂടി ഒരാൾക്ക് ഓൾമോസ്റ്റ് ഒരു $600-700 ആവും. പിന്നെ നല്ല സാധനം മേടിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ജാക്കറ്റ് തന്നെ ഓൾമോസ്റ്റ് ഒരു $200 എന്താണെങ്കിലും അതെ വരുമ്പോ തന്നെ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റില്ലല്ലോ, കുറച്ച് നാൾ എടുക്കത്തില്ല ലൈസൻസും കാര്യങ്ങളും കിട്ടാൻ. അപ്പൊ പിന്നെ ട്രാവൽ ചെയ്യുന്നത് ബസ്സിലായിരിക്കും. അപ്പൊ വിന്ററിന്റെ ഓൾമോസ്റ്റ് ഒരു $500 എക്സ്പെൻസ് ഉണ്ട്. അത് ചെയ്യണം. അല്ല ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നാട്ടിലാണെങ്കിൽ നമുക്ക് റെന്റ് കൊടുക്കണ്ട, കയറി കിടക്കാൻ വീടുണ്ട്. ഈവൻ പട്ടിണി ആണെങ്കിൽ പോലും നമുക്ക് പറമ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ അല്ലെ നമ്മുടെ സ്ഥലത്തോട്ട്
തിന്നാം. ചക്ക പറഞ്ഞു എക്സ്പീരിയൻസ് അയൽപക്കത്തെ വീട്ടിൽ പോയി കഴിക്കാൻ എക്സ്പീരിയൻസ്. ചേച്ചിയെ കുറച്ച് ചോറ് കറിയിട്ടൊക്കെ എടുത്തോ. അപ്പൊ ഇവിടെ വെള്ളം മേടിക്കണമെങ്കിൽ വരെ അല്ലെ, വെള്ളം മേടിക്കണമെങ്കിൽ വരെ $1 ആവും. പിന്നെ അല്ല, 60 രൂപ. $1. ഞാൻ പറഞ്ഞ ഉപ്പിന് തന്നെ അത്ര $1.50. അപ്പൊ നമ്മൾ ആദ്യം വരുമ്പോ അത് രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമല്ലോ. അപ്പൊ 100 രൂപ കാരണം നമ്മൾ നാട്ടിൽ നിന്നാണ് പൈസ കൊണ്ടുവരുന്നത്. ഇവിടെ എമൗണ്ട് കിട്ടി തുടങ്ങിയിട്ടില്ല. ഇവിടെ കിട്ടുമ്പോഴല്ലേ നമ്മൾ ഇവിടുത്തെ ഒരു ഇതാകുന്നത്. അതെ. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യാനുണ്ട്. പിന്നെ സ്റ്റുഡൻസ് ആയിട്ട് വരുമ്പോഴാണെങ്കിലും നമ്മൾ വന്നിറങ്ങുന്ന സ്റ്റുഡൻസ് അല്ല, നമ്മൾ PR വരുമ്പോഴാണെങ്കിലും നമ്മൾ വന്നിറങ്ങുന്ന സ്ഥലം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നമുക്ക് കാരണം കാനഡയില് എക്സ്ട്രീം വെതർ ഉള്ള കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പം ഇപ്പൊ യൂക്കോൺ ഒക്കെ പോലുള്ള പ്രൊവിൻസസ്, പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ്സ് കൂടുതലായിട്ടും അപ്പൊ അത് ചില ആൾക്കാർക്ക് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. തണുപ്പ് ഒരുപാട് ഹാൻഡിൽ ചെയ്യാൻ അത് പറ്റത്തില്ല. എന്താ പറയാ, ഒരു സ്ഥലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് എവിടെയാണോ നമ്മൾ വരുന്നത് അത് എല്ലാവരോടും വിളിച്ച് അന്വേഷിക്കണം. ഒരാളുടെ അടുത്തുള്ള ഒപ്പീനിയൻ അല്ല. നല്ല രീതിയിൽ പ്രത്യേകിച്ച് നമ്മളിപ്പം ഒരാൾ വിളിച്ച് പറയാണ് യൂക്കോണ എവിടെയാണോ പോകുന്നത്, പക്ഷെ നമ്മൾ ഒണ്ടാരിയോയിൽ നിൽക്കുന്നത്, നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല. വേറെ ആൾ പറഞ്ഞിട്ടുള്ള അറിവാണെങ്കിൽ പക്ഷെ അവിടെ ഉള്ള ഒരാളുമായിട്ട് എന്താണെങ്കിലും കണക്റ്റഡ് ആയിരിക്കണം. പിന്നെ വേറൊരു എക്സ്പീരിയൻസ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്കൊരു വാട്സപ്പിൽ ഒരു ഓഫർ ലെറ്റർ അയച്ചു തന്നു. ഫ്രൂട്ട് പാക്കേജിങ് ഒരു കമ്പനിയാണ്. അഡ്രസ് ഒക്കെ സ്കാർബ്രോ ഒക്കെ തന്നെയാണ് ഒരു കമ്പനി, ഞാൻ പേരൊന്നും പറയുന്നില്ല. അവിടുന്ന് ഒരു ഓഫർ ലെറ്റർ ആണ്. അവർലി വേജ് എത്രയാണെന്ന് അറിയാമോ? $37 പാക്കേജിങ്. പാക്ക് ചെയ്യുന്നത്. ചോദിച്ചോടാ നല്ല ഓഫറാണ് കിട്ടിയേക്കുന്നത്, ഞാൻ കയറി വരട്ടെ എന്നൊക്കെ ഇങ്ങനെ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ അതായത് ആപ്പിൾ എടുത്തിട്ട് കവറിലിട്ട് വെക്കുന്ന പരിപാടിയാണ്. അപ്പൊ നമുക്കത് റിയാലിറ്റിയിൽ നമുക്ക് ഇവിടെ തിങ്ക് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ അതെന്താണേലും ഫേക്ക് ആണ് അല്ലെങ്കിൽ സ്പാം ആണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും അവർ നോക്കുമ്പോഴത്തേക്കും നല്ല പൈസയാണ്. $37 അവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ മിക്കവാറും വരുന്ന ഇമെയിലിലായിരിക്കും ഇതൊക്കെ വരുന്നത്. ഫോളോ അപ്പ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് എന്താ പറയാ ഇങ്ങനെയുള്ള മെസ്സേജസ് ഒക്കെ വരുന്നത്. സോ അതൊക്കെ ആൾക്കാരോട് ചോദിച്ച് ഇവിടെ അങ്ങനെ ഒരു കമ്പനി ഉണ്ടോന്നോ അല്ലെങ്കിൽ ഡയറക്ട്ലി കമ്പനിയുടെ പേര് സെർച്ച് ചെയ്തിട്ട് ഡയറക്ട്ലി കോൺടാക്ട് നോക്കാനുള്ള നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് അതൊക്കെ. ഡിസിഷൻ എടുക്കരുത്. ഇവന്തോ LMA ആകാം, എന്ത് വേണേലും ആകാം. ഞാനിങ്ങനെ ഇത്രയ്ക്ക് ഞാനും റിസർച്ച് ഒക്കെ ചെയ്തത് അവസാനം പെട്ടുപോയി. സാറിനെ പോട്ടെന്ന് വെച്ചിട്ടാണ് കിച്ചണർ വന്നത്. അവിടെ വന്നിട്ട് അതാ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ കാര്യം പറയുമ്പോൾ ചിരിക്കുന്നുണ്ട്. ആലോചിക്കാം. അല്ല, അത് വേറെ കാര്യമുണ്ട്. നീ ഡോൺ വന്ന ടൈം നല്ല ബുദ്ധിമുട്ടുള്ള ടൈം. എന്തൊക്കെ റിസർച്ച് ചെയ്തെന്ന് പറഞ്ഞാലും ഒരിടത്തും എന്താ പറയാ പച്ച പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഉപ്പല് പിടിക്കത്തില്ല. ചൊല്ലുപോലെ മറ്റേ പട മേടിച്ച് പന്തളത്ത് ചെന്നപ്പോഴത്തേക്കും അതിനേക്കാൾ വലിയ സാധനമായി പോയി. അല്ല, ഇത് ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ശരിക്കും പറഞ്ഞ കാനഡയിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്യാൻ അത്ര നല്ലൊരു സമയമല്ല. എല്ലാരും റിവേഴ്സ് മൈഗ്രേഷൻ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പത്തെ ഒരു സ്ഥിതിയിൽ കാനഡയിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമല്ല അല്ലെ. കാരണം പല കുഴപ്പങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പൊ എക്കണോമിക് ക്രൈസിസ് ഒരു ഭയങ്കര വലിയ പ്രശ്നമാണ്. പിന്നെ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ ജോലിയുടെ പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്. സ്റ്റുഡൻസിന് മാത്രമല്ല PR ഞാൻ പറയാനായിട്ട് വരുന്നവരും മിക്കവരും ജോലിയൊക്കെ ആയിട്ടല്ലേ വരുന്നത്. ചില പോയിന്റിൽ ഇപ്പൊ LMA ആണെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ LMA കിട്ടത്തുള്ളൂ. PR ആയിട്ട് വരുന്നവർ ഇവിടെ വന്നിട്ട് കണ്ടുപിടിക്കുന്നു. പിന്നെ ഇത് മുഴുവൻ നെഗറ്റീവ് ഒന്നുമല്ല അല്ല, എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് അല്ല. ഇത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇങ്ങനെയാ. എന്ന് പറഞ്ഞ ഇപ്പം IT തന്നെ 8 വർഷം 9 വർഷം നാട്ടിൽ എക്സ്പീരിയൻസ് ആയിട്ട് ഇവിടെ വന്നിട്ട് ജോലി കിട്ടാത്ത ഒത്തിരി ആൾക്കാരുണ്ട് PR വന്നിട്ട്. പക്ഷെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടിയ അതെ, അതൊരു ലക്കാണ്. ലക്ക് എന്തോ ഒരു ഫാക്ടർ. പിന്നെ കാനഡ റെഫറൻസിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെ അതെ, നല്ലൊരു എന്ന് പറയുന്ന ഒരു ഫാക്ടർ. ഞാൻ പറയുന്നത് റെഫറൻസ് എന്നുള്ള രീതിയിൽ വരുവാണെങ്കിലും നല്ലപോലെ റിസർച്ച് ചെയ്യുക, അതുപോലെ തന്നെ കോൺടാക്ട്സ് ഉണ്ടാക്കുക. അതൊക്കെയാണ് ടിപ്സ് എന്ന് പറയുന്നത്. ഈ ലക്ക് ഭയങ്കര റെഫറൻസ് ആണ്. അത് റെഫറൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ജോലി ഇപ്പം നമുക്ക് നാട്ടിൽ ജോലി അപ്ലൈ ചെയ്ത് അങ്ങനെ വരുന്ന ആ ഒരു സെറ്റപ്പ് അപ്ലൈ ചെയ്യുന്നു, നമ്മളെ ഇന്റർവ്യൂവിന് വിളിക്കുന്നു, അത് ഇവിടെ ഉണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ റെഫറൻസും കൂടി ഉണ്ടെങ്കിലേ
ജോലി കിട്ടും. ഇപ്പം റെഫറൻസ് ഉണ്ടായിട്ടും കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ്. കുറവാണ്. പക്ഷെ എന്താ പറയാ, ഒരു 10 പേര് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഒരാൾ റെഫറൻസ് കൊണ്ട് വരുന്നെങ്കിൽ ചാൻസസ് ഗെറ്റിംഗ് ഇൻ പ്രയോറിറ്റി ഭയങ്കരമായിട്ട് കൂടും. അതെ, എന്നാലും യു ഹാവ് ടു ഗോ ത്രൂ ദാറ്റ് പ്രൊസീജിയർ എന്താണെങ്കിലും വേണ്ട, അല്ലാതെ നേരെ കയറി എടുക്കത്തില്ല. പക്ഷെ ഇന്റർവ്യൂ അല്ലെ നാട്ടിൽ നിന്ന് വരുമ്പോ നാട്ടിലുണ്ടല്ലോ റെഫർ ചെയ്ത് ഉടനെ തന്നെ ചിലപ്പോ എടുക്കുന്ന സ്കീം. അപ്പം അത് അറിഞ്ഞ് ഇങ്ങോട്ട് വരരുത്. റെഫറൻസ് ഉണ്ടെങ്കിലും ഈ പ്രൊസീജിയർ മൊത്തം സെയിം ആയിരിക്കും. അതെ, മാർക്കറ്റ് ഇമ്പാക്ട് നന്നായിട്ട് സ്റ്റഡി ചെയ്യണം വരുന്നതിന് മുന്നേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മളിവിടെ ജോലി കിട്ടാൻ ഒരു സാധ്യത ഉണ്ടോ എന്നും പറഞ്ഞു വന്നിട്ട് കാര്യമില്ല. നമ്മൾ അതിനെക്കുറിച്ച് കറക്റ്റ് പഠിച്ച് ഇവിടെ ജോലി കിട്ടുമെന്നുള്ളത് അറിഞ്ഞിട്ട് വരിക. പുതിയ ഒരു ഗവൺമെന്റ് അവർ ചെയ്യുന്ന ഇങ്ങനെയാണ്. ഇനി ജസ്റ്റ് അത് കംപ്ലീറ്റ് ആയോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. സ്കിൽ ലേബർ, അതായത് അവർക്ക് വേണ്ട ജോലികൾക്ക് മാത്രമേ അവര് പിന്നീട് മുന്നോട്ട് കൊടുക്കുന്നുള്ളൂ. അതായത് സ്റ്റുഡൻഷിപ്പ് കഴിഞ്ഞ റൂൾസ് വന്നിട്ട് ഇംപ്ലിമെന്റഡ് ആയിട്ടില്ല. അത് സ്റ്റിൽ ഓൺ ഡിസ്കഷനാണ്. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അപ്ഡേഷൻസ് എന്താണെങ്കിലും വരുന്നവര് നോക്കുന്നത് വളരെ നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ഇഷ്ടംപോലെ നമ്മൾ വന്നപ്പോഴത്തേക്കും GBM അങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് സ്പെസിഫിക്കലി അത് മാത്രം SSW പോലുള്ളത്. അപ്പം ഇപ്പൊ ജോലിക്ക് അവർക്ക് ആവശ്യമില്ല, പക്ഷെ വേറെയുള്ള സ്കിൽ ജോബുകൾക്ക് വേണം. അപ്പൊ ആ ഒരു രീതിയിലേക്കൊക്കെ ഒന്ന് തിങ്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ റിസർച്ച് ചെയ്തിട്ട് വരുന്നത് വളരെ നല്ലതായിരിക്കും. അതെ, മെയിനായിട്ടും വേണ്ടത് റിസർച്ച് ആണ്. എല്ലാ കാര്യങ്ങളും ഇപ്പം ജോലിയുടെ കാര്യം മാത്രമല്ല, പോകുന്ന സ്ഥലങ്ങളിലാണേലും കോളേജുകളാണേലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ റിസർച്ച് നടത്തിയിരിക്കണം. പിന്നെ മൈൻഡ് സെറ്റും മാറ്റണം. കഷ്ടപ്പെടാനുള്ള മൈൻഡ് സെറ്റ്, ഏത് ജോലിയും ചെയ്യാനുള്ള മൈൻഡ് സെറ്റുമായിട്ടേ വരാവൂ. അതെ അതെ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നടുവടിയാനും കാലുളുക്കാനും പഠിച്ചെന്ന് പറഞ്ഞു വലിയ ജോലി കിട്ടണം എന്നില്ല. എവിടെ വേണേലും വർക്ക് ചെയ്യാം. ഏത് പഠിച്ചോ എന്നുള്ളത് ഒരു മാറ്റർ അല്ല, പക്ഷെ എവിടെ വേണേലും വർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കും. സിനിമ കാണുന്ന പോലെ വരരുത്. ഇങ്ങനെയല്ല ജീവിതം. മറ്റേ അവസാനം കെട്ടിപ്പിടിച്ചിരുന്നു. ബർഗർ കഴിക്കുമ്പോ അങ്ങനെ അയാൾ. പക്ഷെ ഇപ്പൊ ഇവിടെ എല്ലാം ഏറെക്കുറെ കിട്ടാനുണ്ട്. ഇപ്പൊ ഞാൻ വന്നപ്പോ തന്നെ ഞാൻ നാട്ടിൽ നിന്ന് അരി അടക്കം കൊണ്ടുവന്നതാ. അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അതൊരു സോപ്പുപൊടി വരെ ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ സോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇവനായിരുന്നു. ഞാൻ എന്നിട്ട് ഒരു ബാഗ് എക്സ്ട്രാ എടുത്തിട്ടൊക്കെ വന്നത്. സാധനങ്ങളെല്ലാം ഞാനും കൊണ്ടുവന്നത് വളരെ വലിയൊരു മണ്ടത്തരമായിരുന്നു. ഇത് പറഞ്ഞ് ചിരിക്കും, പക്ഷെ നിങ്ങൾ ഇത് കൊണ്ടുവരാൻ കാരണമാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റാഞ്ഞിട്ടല്ലേ കൊണ്ടുവരാതെ. അല്ല, ഇവിടെ ഇത് കിട്ടൂല അറിയില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു 1-2 മാസത്തെ ചെലവ് കുറച്ച് കുറയ്ക്കാം എന്നുള്ളൊരു രീതിയിലും കൂടി ഞാൻ കൊണ്ടുവന്നത്. ഞാൻ കൊണ്ടുവന്നത് കുറച്ച് ഉപ്പ്, കുറച്ച് ചില്ലുന്ന ദിവസം തന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാൻ കുറച്ച് അത്രേ കൊണ്ടുവന്നുള്ളൂ. എല്ലാം ഞാനൊരു പാക്കറ്റ് വാങ്ങിച്ചോണ്ട് വന്നേ. അത് എനിക്ക് ഒന്ന് ഒരു 8 മാസത്തോളം ഉണ്ടായിരുന്നു എന്റെ ഗ്രോസറി. സവോള അതായത് സവോളല്ല, മറ്റേ സവോള ഞാൻ കൊണ്ടുവന്നായിരുന്നു. നിന്റെ ബാഗിൽ എന്താ ഇല്ലാതിരുന്നേ? എന്റെ ഒരു പെട്ടി മൊത്തം ഗ്രോസറീസ് കൊണ്ടുവന്നു. കാരണം എനിക്ക് മറ്റേ മുളക് പൊട്ടിച്ചിരുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ മറ്റേ ഉള്ളിയൊക്കെ അരിഞ്ഞ് മുളക് പൊടി ഒന്നും പറഞ്ഞ് തടഞ്ഞു നിർത്തിയില്ലേ? അല്ല, ബിബിൻ ഒന്നും പറഞ്ഞില്ലേ? എന്റെ റിലേറ്റീവ്സ് ഉണ്ടല്ലോ ഇവിടെ, ഡോണർ റിലേറ്റീവ്സ് ഇതൊക്കെ കൊണ്ടുവരണം. ഞാൻ ആ സമയത്ത് ഇതെങ്കിലും തിന്നാലോ. അതൊക്കെ പക്ഷെ എന്നാലും ഞാൻ ആദ്യത്തെ ഒരാഴ്ച എനിക്ക് പുറത്തിറങ്ങേണ്ടി വന്നില്ല. ലൈക്ക് എല്ലാ സാധനവും ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് സെറ്റിൽ ഡൗൺ ആവുന്നിടം വരെ എനിക്ക് എല്ലാ സാധനവും ഉണ്ടായിരുന്നു. നല്ല പ്ലാനാ. അല്ല, അങ്ങനെ നോക്കുമ്പോ ശരിയാ. നമുക്കിവിടെ കണക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ. അപ്പൊ ചില ആൾക്കാർക്ക് ചില സ്പെസിഫിക് കാര്യങ്ങൾ വേണം. അപ്പൊ അങ്ങനെയുള്ളവരെ എനിക്ക് ഉള്ളിയായിരുന്നു മെയിൻ. ഉള്ളി ചീഞ്ഞു പോകുന്ന സാധനങ്ങൾ അതൊന്നും ആരും കൊണ്ടുവരരുത്, ദൈവത്തെ ഓർത്ത്. ഇപ്പം ഈ റീജിയൻ, അതും റീജിയൻ ബേസിൽ നമ്മൾ നോക്കണം. കാരണം എല്ലായിടത്തേക്കും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്രോസറി സ്റ്റോറും മലയാളി സ്റ്റോറുകളൊന്നുമില്ല. ഏതൊക്കെയാണ് വരുന്നതെന്ന് ഞാൻ വന്നിട്ട് ഓൾമോസ്റ്റ് 7-8 മാസം കഴിഞ്ഞപ്പോഴേ ഞാനൊന്നൊരു മലയാളി ഗ്രോസറി സ്റ്റോറിൽ പോയത് തന്നെ. അവിടെ അതുവരെ അടുത്തുണ്ടായിരുന്നു, പക്ഷെ യാത്ര ചെയ്ത് പോണം. 1-1.5 മണിക്കൂർ ഒരു ദിവസത്തെ പരിപാടി അത്. അപ്പോഴേ നമുക്ക്
ഇത് വയ്യെന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. Yeah. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇനി സംസാരിക്കാനുണ്ട് ഇമിഗ്രേഷന് മുന്നേ, അതായത് കാനഡയിലേക്ക് വരുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി പറഞ്ഞ കാര്യങ്ങൾ. കാര്യങ്ങൾ സ്പെസിഫിക്കലി പറയാനുള്ള ടോപ്പിക്സും ഉണ്ട്. അതെ, നമുക്ക് പിന്നെ PR ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തില് നമ്മുടെ ചേട്ടായിമാരൊക്കെ അറിയാവുന്നവരുണ്ട്. അപ്പൊ അവരെ വിളിച്ചിട്ട് നമുക്ക് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെ നടത്താം. ആസ് പെർ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ പ്രോഗ്രാംസ് ആയിക്കോട്ടെ, PR ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്തൊക്കെ അറിയണമെന്നുണ്ടോ അതൊക്കെ കമന്റ് രൂപത്തിൽ പറയുവാണെങ്കിൽ ഞങ്ങൾ അതും ചെയ്യുന്നതായിരിക്കും. ചെറിയായിട്ടല്ല. ഇപ്പൊ വളരെ ജനറിക് ആയിട്ടാണ് ഞങ്ങൾ സംസാരിച്ചത്. അപ്പം ഇതിൻ്റെ അകത്ത് സ്പെസിഫിക് ആയിട്ട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ അവർ വരുമ്പം അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ PR വരുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങൾ. നമ്മളിത് എക്സ്പേർട്സ് ഒന്നുമല്ല, ഞങ്ങൾ PR-നെയോ അല്ലെങ്കിൽ കാനഡയിലെ ഇമിഗ്രേഷനെ കുറിച്ച് സംസാരിക്കാനുള്ള എക്സ്പേർട്സ് ഒന്നുമല്ല. ഇത് ഞങ്ങളുടെ ലൈഫിൽ നമ്മൾ പോയിട്ടുള്ള ഒരു ഫേസിൽ കൂടി നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസസ്, അതാണ് നമ്മൾ പേഴ്സണൽ പറയുന്നത്. ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഒരുപാട് പേര് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരി വന്നത് അബദ്ധമായി പോയി എന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരെ കാണുന്നുണ്ട്. അതെ അതെ. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ്. പിന്നെ നമ്മളെല്ലാരും സ്റ്റുഡൻസ് ആയത് കാരണം കൂടുതലും നമ്മളുടെ എക്സ്പീരിയൻസ് സ്റ്റുഡൻസ് ലൈഫിൽ നിന്ന് എങ്ങനെയാണ് PR-ലോട്ട് പോയതെന്നും വർക്ക് പെർമിറ്റിലേക്ക് വന്നതെന്നും ഒക്കെ ആയിപ്പോയി. അതെ, അപ്പൊ അങ്ങനെ നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്യാം. അതപ്പോ ഞങ്ങൾ മറ്റൊരു എപ്പിസോഡിൽ വേറെ ഒരു വിഷയവുമായിട്ട് ഉടനെ വീണ്ടും കാണാം. പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിൽ സൈൻ ഓഫ്. ബൈ.